നമസ്കാരം. അങ്ങനെ ഒരു വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിന്ന് സി എസ് കെക്കെതിരെ നേടിയിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു നിതീഷ് റാണ ആൻഡ് ഹസരംഗ. രണ്ട് കിഡിലൻ പെർഫോമൻസ്. നിതീഷ് റാണ 81 റൺസ് അടിച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ അതുപോലെ തന്നെ ഹസരംഗ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റാണ് ഹസരംഗ എടുത്തത്. ഈ മാച്ചിൽ രണ്ട് ടീമുകളും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് മാറിയത് എന്നെ സംബന്ധിച്ച് നിതീഷ് റാണയുടെ സ്ട്രൈക്ക് റേറ്റ് ആണ്. നിതീഷ് റാണ 81 റൺ അടിച്ചപ്പോൾ പോലും 225 നിതീഷ് റാണയുടെ സ്ട്രൈക്ക് റേറ്റ്. രണ്ട് ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മാനും ഇത്രയും വലിയ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഹസരംഗയുടെ 4 വിക്കറ്റ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. ഋതുരാജിന്റെ വിക്കറ്റ്, ശിവൻ ദുബെയുടെ വിക്കറ്റ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി മറ്റ് കീ പെർഫോമൻസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആർച്ചലിന്റെ ഫസ്റ്റ് സ്പെല്ല് ഒരു ലക്ഷ്യമില്ലായിരുന്നു. തീ ബോളിംഗ്. ഫസ്റ്റ് ഓവർ തന്നെ മെയ്ഡൻ വിക്കറ്റാണ് ഫസ്റ്റ് ഓവറിൽ. ആർച്ചർ ഒരു തിരിച്ചു വരവ് തന്നെ. കഴിഞ്ഞ 2 മാച്ചിലും പെർഫോമൻസ് അത്ര മോശമായിരുന്ന ആർച്ചർ ഒരു തിരിച്ചുവരവ് തന്നെയാണിത്. വേറൊരു കാര്യമാണ് പരാഗിന്റെ ക്യാപ്റ്റൻസി ഇന്ന് ലോട്ട് ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ആറിന്റെ ഫീൽഡിങ് കഴിഞ്ഞ 2 മാച്ചിലും കാണാത്ത രീതിയിൽ ഫീൽഡിങ് തീയായിരുന്നു. പരാഗ് ഒരു ക്യാച്ച് എടുത്തു. അതുപോലെ തന്നെ ഹെഡ്മേർ ധോണിയെ ഔട്ടാക്കാൻ വേണ്ടി എടുത്ത ക്യാച്ചൊക്കെ എക്സെപ്ഷണലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫീൽഡിംഗ് പെർഫോമൻസ് മാറി തന്നെ നിന്നു ആറിന്റെ. അതേസമയം സി എസ് കെയുടെ ഫീൽഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിരുന്നു. ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഫീൽഡിംഗിൽ ആ ഒരു എനർജി കണ്ടില്ല. സത്യം പറഞ്ഞാൽ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമായിട്ട് അത് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് കളിയുടെ 3 ഫേസിലൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ആറിൻ്റെ പവർ പ്ലേയിലെ റണ്ണ് 79 റണ്ണാണ് ഒരു വിക്കറ്റിന്. അതിന് പ്രധാന കാരണം നിതീഷ് റാണയുടെ അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ്. അതേസമയം സി എസ് കെയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46 റണ്ണുള്ളൂ സി എസ് കെയുടെ പവർ പ്ലേയിൽ. ഇനി ത്രിപാഠി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റൺ അടിച്ചെന്നുണ്ടെങ്കിലും ഒരു വ്യത്യാസവും സത്യം പറഞ്ഞാൽ തോന്നിയില്ല. ഓപ്പണിംഗ് വളരെ ശോകമായിരുന്നു സി എസ് കെയുടെ. ഇനി മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 ഓവറായപ്പോൾ 140 റൺ അടിച്ചിട്ടുണ്ട്. ഇനി അതേസമയം സി എസ് കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 111 റണ്ണാണ് അടിച്ചത്. അവിടെ കുറച്ച് ബെറ്റർ ആയി സി എസ് കെ. അത് ആ ഋതുരാജിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഉണ്ട്. ഋതുരാജ് മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു. ബാക്കി എല്ലാ ബാറ്റ്സ്മാന്മാരും പതറി നിന്നപ്പോൾ ഋതുരാജാണ് ഇന്നത്തെ മാച്ചിൽ സി എസ് കെ ആ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ശരിക്കും പറഞ്ഞ് എത്തിച്ചത്. ഇനി അവസാനത്തെ ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽസ് ഫിനിഷ് ചെയ്യുന്ന 182 റണ്ണിലാണ്. സി എസ് കെക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷേ സി എസ് കെയുടെ ഫിനിഷിംഗ് ഫേസ് വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോയത്. അപ്പോൾ രണ്ട് ടീമും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് മാറിയത് പവർ പ്ലേയിലെ റണ്ണാണ്. പവർ പ്ലേയിൽ സി എസ് കെക്ക് റൺ അടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ പരാജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ആ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ ഫാക്ടർ ആയത് ത്രിപാഠിയുടെയും രച്ചിൻ രവീന്ദ്രയുടെ ഓപ്പണിംഗ് ആണ്. രച്ചിൻ രവീന്ദ്ര പെട്ടെന്ന് തന്നെ ഔട്ടായി. ത്രിപാഠിയുടെ ബാറ്റിംഗ് കുറച്ച് റൺ അടിച്ചു. പക്ഷേ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ്റെ ഒരു സ്റ്റൈലുള്ള ഒരു ബാറ്റിംഗ് അല്ല ത്രിപാഠി. ശരിക്കും പറഞ്ഞാൽ ഒരു ലോവർ മിഡിൽ ഓർഡറിൽ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് സ്റ്റൈലാണ്. മൂവ് ചെയ്തിട്ടൊക്കെയാണ് ആർച്ചറിനെയൊക്കെ റൺ അടിച്ചുകൊണ്ടിരുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് റൺ അടിച്ചത്. അടിച്ചത് തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർ ഷോട്ട്സ് ഒന്നും ത്രിപാഠി കളിക്കുന്നില്ല. ഇപ്പോൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈസിയായിട്ട് റണ്ണ് കണ്ടെത്തുന്നത് ഓഫ് സൈഡിൽ ഗ്യാപ്പിലൂടെ നല്ല ഷോട്ട്സ് കളിച്ചിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫീൽഡേഴ്സിൻ്റെ മുകളിലൂടെ ഷോട്ട്സ് കളിച്ചിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു ഷോട്ട് പോലും ത്രിപാഠിയുടെ കയ്യിൽ നിന്ന് കണ്ടില്ല. അതേസമയം ഈ രച്ചിൻ രവീന്ദ്ര ഔട്ടായതിനു ശേഷം ഋതുരാജ് വന്നപ്പോൾ കവർ ഡ്രൈവ് ഒക്കെ അടിച്ചിട്ട് റൺസ് കണ്ടെത്തുന്നതായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഋതുരാജ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഈ ഒരു കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ത്രിപാഠി മിഡിൽ ഓർഡറിൽ ഒരു 4-മോ 5-മോ കളിക്കുന്നതാണ് ഏറ്റവും വലിയ ബെറ്റർ. ശരിക്കും പറഞ്ഞാൽ ഋതുരാജ് രച്ചിൻ രവീന്ദ്രയുടെ ഓപ്പൺ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇന്ന് പ്ലേയിങ് ലെവലിൽ സി എസ് കെ നടത്തിയ 2 ചേഞ്ച് ഉണ്ടായിരുന്നു. വിജയ് ശങ്കറിനെ കൊണ്ടുവന്ന് ഹൂഡയെ മാറ്റിയിട്ട് അതുപോലെ തന്നെ സാം കറനെ മാറ്റിയിട്ട് ഓവർട്ടണിനെ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഓവർട്ടണിനെ കൊണ്ടുവരുന്നതിന് പകരം കോൺവേ ആയിരുന്നു അകത്ത് വരേണ്ടത്. എന്നിട്ട് വിജയ് ശങ്കർ മിഡിൽ ഓർഡറിലും അതുപോലെ തന്നെ ത്രിപാഠി മിഡിൽ ഓർഡറിലും പോകുകയാണെന്നുണ്ടെങ്കിൽ സി എസ് കെക്ക് ഒരു പരിധി വരെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലുള്ള പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറ്റും. കാരണം ഈ ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ എല്ലാ ടീമുകളും ഈ ടോപ്പ് ഓർഡറിൽ പവർ പ്ലേയിൽ നന്നായിട്ട് സ്കോർ ചെയ്യുമ്പോൾ സി എസ് കെയുടെ മാത്രം ഇത്ര മോശമായിട്ട് തോന്നുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ത്രിപാഠി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ത്രിപാഠി ഒരു രീതിയിലും ഈ ഒരു ഏജിലെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ്റെ ഒരു ക്വാളിറ്റി ത്രിപാഠിയിൽ കാണുന്നില്ല. അതേസമയം ത്രിപാഠി മിഡിൽ ഓർഡറിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി എസ് കെക്ക് വേണ്ടി റൺ അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിയുടെ അവസാനം അതുപോലെ തന്നെ ഒരു MS ധോണി ഷോ ഉണ്ടായിരുന്നു. ഫിനിഷ് ചെയ്യുമെന്ന് തോന്നി. ഏകദേശം ഒരു 6 ഒക്കെ അടിച്ചു, ഒരു ഗ്ലിംസ് ഒക്കെ കാണിച്ചു പുള്ളിയുടെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. പക്ഷേ അവസാനം വന്നിട്ട് വീണുപോയി. പതിപോലെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സന്ദീപ് ശർമ്മയുടെ ഓവറിൽ ഇതുപോലെ തന്നെ MS ധോണിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വന്നിരുന്നു. ഇതിനകത്തൊരു 6 റണ്ണിൻ്റെ ഡിഫറൻസേ വന്നുള്ളൂ എന്നുള്ളത് വളരെ കൗതുകകരമാണ്. അതായത് ഇത്രയും മോശമായിട്ട് സി എസ് കെ ബാറ്റ് ചെയ്തെന്ന് നമുക്ക് തോന്നുമ്പോഴും അവസാനം വന്നിട്ട് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 6 റണ്ണിൻ്റെ ഉള്ളൂ. അത് ആ ഓപ്പണിങ്ങിൽ വന്ന ഒരു മോശം പ്രകടനത്തിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആറിൻ്റെ ബാറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാണ അല്ലാതെ സഞ്ജു സാംസൺ ചെറിയൊരു ഇന്നിങ്സ് കളിച്ചു. അതുപോലെ തന്നെ ഹെഡ്മേർ ചെറിയൊരു ഇന്നിങ്സ് കളിച്ചു. പരാഗും കുഴപ്പമില്ലാത്ത ഒരു ഇന്നിങ്സ് കളിച്ചു. അതുപോലെ സി എസ് കെയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നൂർ അഹമ്മദ് നന്നായിട്ട് എറിഞ്ഞു, ഖലീൽ അഹമ്മദ് നന്നായിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ പത്തിരാനെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് അവസാനത്തെ സെക്ഷനിൽ ഈ നിന്ന് വരിഞ്ഞ് മുറുകിയായിരുന്നു സി എസ് കെ. അതുകൊണ്ടാണ് ഒരു 200 അടുപ്പിച്ച് സ്കോർ പോകാതിരുന്നത്. ആ ഒരു സെഷനിൽ പതിരാനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ സി എസ് കെയുടെ ബോളിങ്ങിനെ സംബന്ധിച്ച് വലിയ വെറീസ്
ഇല്ല. പിന്നെ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിൽ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്പിന്നേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ധോണിയൊക്കെ യൂസ് ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ ഋതുരാജ് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഇന്നത്തെ ദിവസം തന്നെ ജഡേജ കൊണ്ടുവരുന്നത് 12ാമത്തെ ഓവറിലാണ്. അത് ഈ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള റാണ നിൽക്കുന്നുണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ലിഖിതമായിട്ടുള്ള നിയമമൊന്നുമില്ല. ജഡേജ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കുന്ന ബോളറാണ്. ഒരു 8, 9, 10 ആ റേഞ്ചിൽ തന്നെ ജഡേജ ശരിക്കും പറഞ്ഞാൽ വരേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും അശ്വിൻ കുറച്ചൊക്കെ എക്സ്പെൻസീവ് ആയിരുന്നു റാണയുടെ ഇടയ്ക്ക്. അതായത് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ് അശ്വിനെ കൊണ്ട് എറിയിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അശ്വിൻ നന്നായിട്ട് അടി വാങ്ങിച്ചു. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവിടെ ജഡേജ ഒരു ഓവർ തീർച്ചയായിട്ടും 8-9 ആ സമയത്ത് എറിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ സമ്മർ ഇതാണ്. RR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിന്ന് ഇന്ന് നേടിയെടുത്തിരിക്കുകയാണ്. ഇനി സഞ്ജു സാംസൺ കൂടെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു പുതിയൊരു ഉണർവ് വരും. ഇപ്പോൾ കളി ഫിനിഷ് ആയപ്പോഴത്തേക്ക് എല്ലാ പ്ലെയേഴ്സിലും ആ ഒരു ഉണർവ് ശരിക്കും പറഞ്ഞാൽ കണ്ടു, ഒരു സന്തോഷം. കാരണം 2 കളിയിൽ അവർ തോറ്റേൻ്റെ ആ ഒരു വിഷമമൊക്കെ മാറിയിട്ടൊന്ന് ഉണർന്നിട്ടുണ്ട്. ഇനി സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് തിരിച്ചും കൂടെ വരുമ്പോഴത്തേക്ക് RR വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി CSK സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സെറ്റ് ബാക്കായിട്ട് എനിക്ക് ഈ ഒരു തോൽവിയും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ബോളിംഗ് സെറ്റാണ്. ബാറ്റിങ്ങിൽ മാത്രം ചെറിയ ചേഞ്ചസ് വരുത്തി അന്ന് പവർ പ്ലേയിലെ ബാറ്റിംഗ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ CSK തീർച്ചയായിട്ടും തിരിച്ചു വരും. ഇനി ഹോം മാച്ചസ് ഒരുപാടുണ്ട് CSKക്ക്. അതുപോലെ തന്നെ CSK എന്ന് പറഞ്ഞാൽ എല്ലാ മാച്ചും ജയിച്ചു വരുന്ന ഒരു ടീമൊന്നും അല്ല ഹിസ്റ്റോറിക്കലി തന്നെ. അവർ ഇങ്ങനെ പതിയെ കയറി വരുന്നത്. പക്ഷേ വേണ്ട സമയത്ത് അവർ ഉറപ്പായിട്ടും കയറി വരും. അതാണ് CSKയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഒരുപാട് CSK ഫാൻസിന് വെറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെയാണ് CSK vs RR മാച്ചിനെ പറ്റിയുള്ള എൻ്റെ തോട്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.